പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവന്ദനം. ആത്മമൻ എന്ന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി സങ്കീർത്തനം 105 39 വാക്യവും 40 വാക്യവും. സാംസ് 105 വേഴ്സ് 39. അവൻ തണലിനായി ഒരു മേഘം വിരിച്ചു, രാത്രിയിൽ വെളിച്ചത്തിനായി തീ നിർത്തി. അവൻ തണലിനായി ഒരു മേഘം വിരിച്ചു, രാത്രിയിൽ വെളിച്ചത്തിനായി തീ നിർത്തി. വളരെ വളരെ എന്നെ ഇന്ന് പ്രഭാതത്തിൽ ധൈര്യപ്പെടുത്തുകയും ഉറപ്പിക്കുകയും ചെയ്തൊരു വചനം കൂടിയാണ് പ്രിയപ്പെട്ടവരെ. തണലിനായിട്ട് ദൈവം ഒരു മേഘം വിരിച്ചു. അപ്പം തണൽ എന്ത് ചെയ്യുന്നു? എപ്പോഴാവശ്യമായിരിക്കുന്നത്? ചൂടിൻ്റെ അതികാഠിന്യമേറുന്നൊരു സന്ദർഭങ്ങൾ നമുക്കറിയാം. മരുഭൂമിയിൽ അതോടൊപ്പം എന്ത് ചെയ്യുന്നുണ്ട്? ഗൾഫ് രാജ്യങ്ങളിലെ അപ്പോൾ തന്നെ നമുക്കറിയാം നോർത്ത് ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലെ ഒക്കെ എന്ത് ചെയ്യുന്നു? അതീവ ചൂടിനാൽ ഭാരപ്പെടുന്ന ഒത്തിരിയും പേര് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ സംസാരിക്കുകയും വിളിക്കുകയും പ്രാർത്ഥന ചോദിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഒരു ചൂട് കൂടുമ്പോഴാണ് നമുക്കൊരു തണലിൻ്റെ ആവശ്യമായിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇന്ന് പ്രഭാതം ഞാനിങ്ങനെ ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ ചില വിഷയങ്ങൾ എന്ത് ചെയ്യുന്നു? ചൂട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ മുൻപോട്ടുള്ള പ്രയാണങ്ങളിൽ കൂടി വരുമ്പോൾ നമുക്കൊരു തണൽ ആവശ്യമാണ്. ദൈവജനത്തിന് വേണ്ടി ദൈവം എന്ത് ചെയ്തു? അവരുടെ തണലിനായി ഒരു മേഘം വിരിച്ചു. ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, എത്ര ശക്തമേറിയ ചൂടുകളുടെ അനുഭവത്തിലാണ്, തീയുടെ അനുഭവത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിലും തണലിന് വേണ്ടി മുകളിൽ ദൈവം ഒരു മേഘത്തെ വിരിക്കും. വിശ്വാസമുള്ള ദൈവമക്കളൊന്ന് സ്തോത്രം ചെയ്തേ. എനിക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ ദൈവം തണലിന് വേണ്ടി ഒരു മേഘം വിരിക്കും. അതേത് കാര്യമായിക്കോട്ടെ, നിങ്ങൾ ചൂട് അനുഭവിക്കുന്ന ഏത് വിഷയമായിക്കോട്ടെ, ദൈവം നിങ്ങളുടെ തണലിന് വേണ്ടി മേഘത്തെ വിരിക്കും. മാത്രമല്ല, രാത്രിയിൽ നിങ്ങളുടെ വെളിച്ചത്തിനായി തീയെ ദൈവം നിർത്തുക എന്ന് പറഞ്ഞാൽ, ഇരുളിലാണ് വെളിച്ചം ആവശ്യം വേണ്ടത്, അല്ലേ? ഇരുട്ട് വരുമ്പോൾ ആ വെളിച്ചം വേണ്ടത്. ഇരുളിന് നടുവിൽ വെളിച്ചത്തിന് വേണ്ടി ദൈവം തീയെ അതെ എൻ്റെ ജീവിതത്തിൽ അയക്കും. ഒന്ന് വിശ്വസിച്ചൊന്ന് സ്തോത്രം ചെയ്ത് തണലിന് വേണ്ടി മേഘം വിരിക്കുകയും തീ എൻ്റെ അന്ധകാരത്തിൽ അതെ ദൈവം നിർത്തുകയും ചെയ്യും. ഇന്ന് പ്രഭാതവേളയിൽ അങ്ങനെ ആരെങ്കിലുമൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, കുഞ്ഞെ നിൻ്റെ തണലിന് വേണ്ടി, പ്രിയ ദൈവദാസനെ, അഭിഷിക്തനെ, നിങ്ങളുടെ തണലിന് വേണ്ടി ദൈവം മേഘം വിരിക്കാൻ പോകുക. നിങ്ങളുടെ അന്ധകാരത്തെ മാറ്റുവാൻ ഇതാ സ്വർഗത്തിൽ നിന്നും തീ അതെ നിർത്താൻ ആഗ്രഹിക്കുന്നു. വിശ്വാസമുണ്ടെങ്കിലും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, വചനത്തിനാണ് സ്തോത്രം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണം, ശക്തീകരിക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം.